ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം തൻ്റെ വചനം കൊണ്ടാണ് ലോകത്തെയും ഭൂമിയെയും ആകാശത്തെയും സ്വർഗത്തെയും എല്ലാത്തിനും സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിന് വിശ്വാസം ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, അല്ലെ? വിശ്വാസം വരുന്നത് തന്നെ ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിന്റെ വചനം കൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതേ വചനം നമ്മുടെ വായിലുമുള്ളപ്പോൾ, ദൈവത്തിന്റെ അതേ വചനം നമ്മുടെ വായിലിരിക്കുമ്പോൾ, ദൈവത്തിന്റെ വായിൽ എങ്ങനെയാണ് ദൈവത്തിന്റെ വചനം ഉള്ളത്, അതെത്രമാത്രം പവർഫുൾ ആയിരിക്കുമോ അത്രയും തന്നെ പവർഫുൾ ആണ് നമ്മുടെ വായിൽ ദൈവത്തിന്റെ വചനം. കാര്യം നമ്മൾ വിശ്വാസത്തോടുകൂടെ സംസാരിക്കുമ്പോൾ, കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ദൈവത്തിന്റെ വചനമാണ്, അല്ലെ? ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ വഴി സംസാരിക്കുമ്പോൾ, അല്ലെ, നമ്മൾ വിശ്വാസത്തോടെ പറയുമ്പോൾ, വിശ്വാസത്തോടുകൂടി നമ്മൾ ദൈവത്തിന്റെ വചനം നമ്മുടെ പ്രശ്നത്തിലേക്ക് നോക്കി നമ്മൾ പ്രവചിക്കുമ്പോൾ, അത് ദൈവം എങ്ങനെ പറയുന്നു അതേ തന്നെ പവറായിരിക്കും നമുക്ക് ഉള്ളത്, അല്ലെ? അപ്പൊ നമ്മളോട് ദൈവം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിശ്വാസത്തോടെ സംസാരിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് സംസാരിക്കണം. അപ്പൊ നമുക്കൊന്ന് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ സംസാരിക്കുക. കർത്താവ് സമയത്ത് നന്ദി പറഞ്ഞു. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി. ഞങ്ങൾക്ക് വിശ്വാസം തരുന്നതിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ വചനം ഞങ്ങളുടെ വായിലുള്ളതിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ വചനം ഞങ്ങളുടെ കൈകളിലുണ്ട് കർത്താവെ, ബൈബിളിന്റെ ഫോമിൽ കർത്താവ് ലോർഡ് ഫാദർ, അതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. പലർക്കും അങ്ങയുടെ വചനം ബൈബിളിന്റെ ഫോമിൽ കർത്താവ് ലോർഡ് ഫാദർ എടുക്കാനും വായിക്കാനൊന്നുമുള്ള സ്വാതന്ത്ര്യമൊന്നും ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെയല്ല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ബൈബിളുണ്ട്. അതിനായിട്ടെല്ലാം നന്ദി പറയുക. തങ്ങളുടെ വചനത്തിനായിട്ട് നന്ദി പറയും, ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, അങ്ങയുടെ വഴിക്കൂടെ നടക്കാനുള്ള കൃപ തരണമേ, യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്ക് റോമറിലേക്ക് പോകാം. റോമന്റെ 10 5 തൊട്ട് 13 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം. റോമന്റെ 5 തൊട്ട് 13 വരെയുള്ള വാക്കുകൾ. അപ്പൊ അതിന്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേൽ മക്കൾക്ക് അവർക്ക് ദൈവത്തോട് ഒരു എരിവുള്ളവരൊക്കെ ആയിരുന്നു. പക്ഷെ ആ എരിവെന്നൊക്കെ പറഞ്ഞാല് നേരെയുള്ള ആ അറിവിൽ നിന്ന് വരുന്ന ഒരു എരിവെന്ന് വരുന്നത്. അവർക്ക് സീലൊക്കെ ഉള്ള വ്യക്തികളായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു പ്ലേസ് ചെയ്തിരുന്ന അതൊക്കെ ശരിയായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരുന്നില്ല എന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുക, ന്യായപ്രമാണത്തുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശ എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ ന്യായപ്രമാണം കൊടുത്തിരുന്നത് ഒരു വ്യക്തിക്ക് പോലും രക്ഷപ്പെടുന്നതിന് വേണ്ടിയല്ല, സാൽവേഷന് വേണ്ടിയല്ല, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാല് ന്യായപ്രമാണം വഴി വരുന്നത് നമുക്ക് പാപമുണ്ട് എന്നുള്ളൊരു അറിവ് മാത്രമാണ്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എഴുതിയ ഫോമിൽ, അല്ലെ, സ്റ്റോണിന്റെ ടാബ്ലറ്റ് ദൈവം ന്യായപ്രമാണം എഴുതി കൊടുത്തെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, നമ്മുടെ ഹൃദയത്തിൽ ദൈവം എഴുതിയിട്ടുണ്ട്. എസെൻസ്, ന്യായപ്രമാണത്തിന്റെ എസെൻസ് നമ്മുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഇപ്പൊ റോമന്റെ തന്നെ 2ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ദൈവം അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, നമ്മുടെ ഉള്ളിലെ എസെൻസ്, ദൈവത്തിന്റെ റൈച്ചസിനെ പറ്റിയുള്ള നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ദൈവം എഴുതി വെച്ചു. ദൈവം അങ്ങനെ ഇസ്രായേൽ മക്കളെ സ്നേഹിച്ചു, അത് വാസ്തവം. പക്ഷെ എന്നാലും നമ്മളെ സ്നേഹിക്കുന്നവനാണ്, അല്ലെ? നമ്മളെ ആരെയും ഉപേക്ഷിച്ച് കളയാത്തവനാണ് ദൈവം. ഇനി ഇവിടെ പറയുക, 6ാമത്തെ വാക്ക് പറയുക, വിശ്വാസമുള്ള നീതിയോ ഇവണ്ണം പറയുന്നു, ക്രിസ്തുവിനെ ഇറക്കണം എന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറും എന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണം എന്ന് വിചാരിച്ചാൽ പാതാളത്തിൽ ഇറങ്ങും എന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. അപ്പൊ ന്യായപ്രമാണം മൊത്തം ഈ വർക്കാണ്, അല്ലെ? വർക്ക് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളത്. പക്ഷെ അപ്പൊ അതുകൊണ്ട് ദൈവം പോലും ഉദ്ദേശിക്കുന്നില്ല എന്താ പറയാ, നീതി കിട്ടുമെന്നുള്ളതിനെ പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷെ വിശ്വാസം കൊണ്ട് വരുന്ന നീതി ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, നീ വർക്കിനെ പറ്റി ബോധേഡാകരുത്. വർക്കിനെ പറ്റിയല്ല പറയേണ്ടത്. ക്രിസ്തുവിനെ ആര് സ്വർഗത്തിൽ പോയി താഴെ കൊണ്ടുവരുന്നോ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ ആര് പാതാളത്തിൽ നിന്ന് പോയി കൊണ്ടുവരുന്നു, അങ്ങനെയൊന്നും ഹൃദയത്തോട് പറയരുതല്ല. എന്ന് വെച്ചാൽ അതൊന്നും അസാധ്യങ്ങളായിരിക്കുന്ന വർക്കിനെ പറ്റിയല്ല പറയുന്നത്. അതൊന്നും അത് അങ്ങനെയൊന്നും അല്ല നീതി കിട്ടുന്നത് എന്നതിനെ പറ്റി പറയുക. 8ാമത്തെ വാക്ക് പറയുക, എന്നാൽ അത് എന്തു പറയുന്നു, വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. അപ്പൊ വചനം നിന്റെ വായിലുണ്ട്, വചനം നിന്റെ ഹൃദയത്തിലുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞിരിക്കുക. വിശ്വസിച്ചുകൊണ്ട് പറയുന്ന വചനം വിശ്വാസത്തിന്റെ വചനം, അല്ലാതെ നിന്റെ ഹൃദയത്തിലുണ്ട്, നിന്റെ വായിലുണ്ട്. ഇനി 9ാമത്തെ വാക്ക്, യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുക. അവനാൽ വിശ്വസിക്കുന്നവർ ഒരുത്തനും ലജ്ജിച്ചു പോകല് എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്തിരിക്കുന്നല്ലോ.
പറഞ്ഞിട്ടുണ്ടല്ലോ, യഹൂദൻ എന്നും യവനൻ എന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ ആകുന്നു. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ ന്യായപ്രമാണത്തിന്റെ വർക്ക് ചെയ്ത് സൽവേഷനായിട്ട് തുരിഞ്ഞിരുന്നവരായിരുന്നു ഇസ്രായേൽ മക്കളെങ്കിൽ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുക, വിശ്വസിക്കുന്നവർ അല്ലെ, വിശ്വാസത്തിന്റെ വചനം വായുള്ളവർ അതിൽ വിശ്വസിച്ചുകൊണ്ട് അല്ല, അവര് വാവുകൊണ്ട് ഏറ്റു പറയാ യേശുക്രിസ്തുവാണ് കർത്താവെന്നും അല്ലെ, പിന്നെ ഹൃദയത്തിൽ വിശ്വസിക്കുകയാണ്, പിതാവ് തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് വിശ്വസിക്കുമ്പോൾ എന്താ പറയാ രക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുക. പിന്നെ എനിക്ക് ഇന്നിവിടെ പറയാനുള്ളത്, ഈ വചനം ശരിക്കും പറഞ്ഞാല് പറഞ്ഞിരിക്കുന്ന നമ്മുടെ സാൽവേഷൻ, രക്ഷ, നമ്മുടെ ആത്മാവിന്റെ രക്ഷയെപ്പറ്റി മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. ഈ വാക്കുണ്ട് രക്ഷിക്കപ്പെടുക എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ സാൽവേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക്, ആ വാക്ക് നമ്മൾ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മിക്കവാറും തന്നെ എടുക്കുന്നത് ഒറ്റ അർത്ഥത്തിൽ മാത്രം എടുക്കുക, നമ്മുടെ ആത്മാവിന്റെ രക്ഷ എന്നതിനെപ്പറ്റി മാത്രം എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മിക്കവാറും തന്നെ വിചാരിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും അത് നമ്മുടെ ആത്മീയമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി മാത്രമാണെന്നുള്ള ഒരു വിശ്വാസം ചിലർക്കെങ്കിലും, എല്ലാവർക്കും ഉണ്ടെന്ന് ഒരിക്കൽ പോലും പറയത്തില്ല, പക്ഷെ ചിലർക്കെങ്കിലും ഒക്കെ ഉള്ളൊരു വിശ്വാസമാണ് അല്ലെ. അപ്പോ ഇവിടെ ദൈവം പറയുന്ന കാര്യം ഇങ്ങനെയല്ല. നേരത്തെ പറഞ്ഞല്ലോ, യേശുവിനെ കർത്താവ് എന്ന് വായുണ്ട്, 9ാമത്തെ വാക്ക്, യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയും, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ രക്ഷിക്കപ്പെടുക എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുവിനെ കർത്താവ് എന്ന് വായു കൊണ്ട് ഏറ്റുപറയും, ഹൃദയത്തിൽ കൊണ്ട് വിശ്വസിക്കുക, പിതാവ് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. പിന്നെ കർത്താവ് എന്നൊരു വാക്ക് എന്ന് പറയുമ്പോൾ ലോഡ് എന്നൊരു വാക്കാണ്. ലോഡ് എന്നൊരു വാക്കാണ് ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. ലോഡ് എന്ന് പറഞ്ഞാൽ യജമാനൻ എന്നൊരു അല്ലെ, അതാണ് അർത്ഥമുണ്ട് യജമാനൻ എന്ന് വെച്ച് കഴിഞ്ഞാല് യേശുക്രിസ്തുവാണ് നമ്മുടെ യജമാനൻ എന്നും, പിതാവ് അവനെ ക്രൂശിൽ നിന്ന് അല്ലെ, അവനെ എന്താ പറയാ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നും നമ്മൾ വിശ്വസിക്കുവാൻ നമ്മൾ രക്ഷിക്കപ്പെടും. രക്ഷ എന്നുള്ള വാക്കിലേക്ക് ഞാൻ ഇപ്പൊ തന്നെ വരുന്നതാണ്, പക്ഷെ അതിന് മുമ്പ് പറയണം. അപ്പൊ അവൻ ലോഡാണ്, അവനാണ് യജമാനൻ, നമ്മുടെ ജീവിതത്തിന്റെ യജമാൻ അവനാണ്. അവനെ യജമാനത്വം കിട്ടിയത് എങ്ങനെയാണ്? അവൻ മരിച്ചു, പിതാവ് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു അല്ലെ, ദൈവപുത്രനായി. റോമന്റെ 1ാമത്തെ ചാപ്റ്റർ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ പറഞ്ഞത്? ഹോളി സ്പിരിറ്റ് ഗോഡ് യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ മകനാണ് എന്നുള്ള ആ പേര് വരുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൻ ലോഡാകുന്നത്, അവൻ കർത്താവാകുന്നത് അവന്റെ മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ്. അവൻ മരിച്ചു, നമ്മൾക്ക് വേണ്ടി ക്രോസ് ഓഫ് കാൽവറിയിൽ മരിച്ചു അല്ലെ. ആ മരണവും ഉയർത്തെഴുന്നേൽപ്പാണ് എല്ലാത്തിന്റെ ബേസിസ് ആയിട്ടുള്ളത്, എല്ലാത്തിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് ഉള്ള കാര്യമല്ലേ. അപ്പൊ നമുക്കറിയാം, നമ്മളുടെ ജനനം തന്നെ, നമ്മളൊക്കെ ലോകാരംഭത്തിന് മുമ്പേ ദൈവം നമ്മളെ കണ്ടാണെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. എഫേസ്യ ലേഖനത്തിലൊക്കെ 1ാമത്തെ ചാപ്റ്ററിലൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ലോകാരംഭത്തിന് മുമ്പേ നമ്മളെ കണ്ടത്. അപ്പൊ അങ്ങനെ കാണാൻ പറ്റുന്നത്? അപ്പൊ റെവലേഷന്റെ വെളിപാടിന്റെ അകത്തേക്ക് പോകുമ്പോൾ 13 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു ദൈവത്തിന്റെ കുഞ്ഞാട് അല്ലെ, ലോകാരംഭത്തിന് മുമ്പേ അറക്കപ്പെട്ട കുഞ്ഞാടാണ്. കൊളോസ്യർക്കെതിരായ 1ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ, അവൻ വഴിയാണ് എല്ലാത്തിനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന്റെ മരണമാണ് നമ്മളെ ജനിപ്പിച്ചത് അല്ലെ. നമ്മള് ഈ റോമന്റെ 6 ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ അവന്റെ മരണത്തിലേക്ക് നമ്മൾ ബാപ്റ്റിസം എടുക്കുമ്പോൾ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മരിച്ചു എന്നാണ് കാണിക്കുന്നത്. നമ്മൾ അവന്റെ മരണത്തിലേക്ക് ബാപ്റ്റിസം എടുക്കുമ്പോൾ നമ്മൾ അവന്റെ ഒപ്പം മരിക്കുന്നു. അപ്പൊ തിരിച്ചു ബാപ്റ്റിസം വെള്ളത്തിൽ നിന്ന് നമ്മൾ കയറി വരുന്ന ഒരു പുതിയ ജീവിതത്തിലേക്കാണ്. ജീവിതം വരുന്ന അവനിലാണ്, ജീവൻ വരുന്നത് അവനിൽ നിന്നാണ് അല്ലെ. അപ്പൊ അത് കാണിക്കുന്നത്, നേരത്തെ യേശുക്രിസ്തു തന്റെ മരണം വഴി നമ്മളെ സൃഷ്ടിച്ച കാര്യം പറയുന്നത് അല്ലെ. എന്താ പറയുന്നത്? ദ ലാം ദാറ്റ് വാസ് സ്ലെയിൻ ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദി എർത്ത്, അറക്കപ്പെട്ട കുഞ്ഞാട്, ലോകാരംഭത്തിന് മുമ്പേ അറക്കപ്പെട്ട കുഞ്ഞാട്. ആ കുഞ്ഞാട് അറക്കപ്പെട്ടതിൽ നിന്നാണ് നമ്മളെല്ലാം ജനിച്ചിരിക്കുന്നത്, ജീവൻ വരുന്ന അവനിൽ നിന്നാണ് അല്ലെ. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ നാഥൻ അവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയും, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ വാഗൊണ്ട് അവനാണ് ലോഡെന്ന് അല്ലെ, കർത്താവെന്ന് ഏറ്റു പറയും, ഹൃദയം കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു അല്ലെ, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതത്തിന് രക്ഷയുണ്ട് എന്താ പറഞ്ഞു. രക്ഷ എന്നുള്ള വാക്കിലേക്ക് വരുമ്പോൾ, രക്ഷ എന്നുള്ള വേർഡ് വരുന്നത് അത് സോസോ എന്നൊരു വാക്കിൽ നിന്നാണ്. അതിന്റെ മൂലവാക്ക് എന്ന് പറഞ്ഞ സോസോ എന്നൊരു വാക്കാണ്. SOZO
സോസോ. ആ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ഇങ്ങനെയൊക്കെയാ അതിന്റെ അർത്ഥമുള്ളു. പ്രിസർവ്, റെസ്ക്യൂ, സേവ് ഫ്രം ഡെത്ത്, കീപ് അലൈവ്, മേക്ക് ഹോൾ. മലയാളത്തിലേക്ക് പറയുമ്പോൾ സംരക്ഷിക്കുക, രക്ഷിക്കുക, മരണത്തിൽ നിന്ന് രക്ഷിക്കുക, അല്ലെങ്കിൽ ജീവൻ നിലനിർത്തുക, പൂർണ്ണമാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് നമുക്ക് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് പറയുവാണെങ്കിൽ, നമ്മളിപ്പോ സങ്കീർത്തനത്തിലേക്ക് പോവാന്ന് വിചാരിച്ചു. സങ്കീർത്തനത്തിന്റെ 103-ാമത്തെ സങ്കീർത്തനം എടുക്കുവാണെങ്കിൽ, 103-ാമത്തെ സങ്കീർത്തനത്തില് 1-5 വാക്കുകൾ ഇങ്ങനെയല്ല പറഞ്ഞേക്കുക. 1-5 വാക്കുകൾ പെട്ടെന്ന് വായിക്കും. ഇങ്ങനെ പറഞ്ഞേക്കുക 103-ാം സങ്കീർത്തനം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അപ്പൊ എന്തൊക്കെയാണ് ഉപകാരങ്ങൾ താഴെ പറഞ്ഞിരിക്കുക? അവൻ നിന്റെ അകൃത്യം ഒക്കെയും മോചിപ്പിച്ചു, അല്ലെ? യേശുക്രിസ്തു തന്നെ മരണം കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ ട്രെസ്പാസ്, നമ്മുടെ പാവങ്ങളെ മൊത്തവും മോചിപ്പിച്ചു. നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കി. പാവങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു. പാപത്തിൽ നമ്മൾ വിടുവിച്ചിരിക്കുന്നു. രോഗങ്ങളെ എന്താ പറയുക, എല്ലാത്തിനെയും സൗഖ്യമാക്കിയിരിക്കുന്നു, ആക്കുന്നു, അല്ലെ? പാവങ്ങളെ ഒക്കെയും മോചിപ്പിക്കുന്നു. ഇപ്പൊ ഇത് പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നു. മോചിപ്പിക്കുന്നു. ഒരു പ്രാവശ്യം മോചിപ്പിച്ചു കഴിഞ്ഞു എന്നല്ല, ഇപ്പോഴും മോചിപ്പിക്കുന്നു. പിന്നെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെ? അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വിടുവിക്കുന്നു. വിടുവിച്ചു ഒരു പ്രാവശ്യം, പിന്നെ ഇന്നും എപ്പോഴും വിടുവിച്ചുകൊണ്ടേ ഇരിക്കുന്നു. കാരണം ഇപ്പോഴെപ്പോഴും നമ്മൾ പാവങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ, അല്ലെ? പിന്നെ അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു, അല്ലെ? പിന്നെ നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ഇതെല്ലാം ഇന്ന് പ്രസന്റ് ടെൻസിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, ഇപ്പൊ നടക്കുന്ന കാര്യമാണ്. പാവങ്ങളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. രോഗങ്ങൾക്ക് എന്താ പറയാ ശമനം വരുത്തിക്കൊണ്ടിരിക്കുന്നു. ജീവനെ നാശത്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ എന്താ യൗവനം കഴുകനെ പോലെ ആക്കി തീർക്കുന്നതിന് വേണ്ടി വായിൽ സകല നന്മ കൊണ്ട് നിൽക്കുക. എന്ന് വെച്ചാല് ആവശ്യമുള്ളത് തന്നുകൊണ്ടിരിക്കുന്നു. അസുഖങ്ങളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്നു, അല്ലെ? നമ്മളെ അവന്റെ കരുണ കൊണ്ടും ദൈവം കൊണ്ട് നമ്മളെ അണിയിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് രക്ഷിക്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ സാൽവേഷൻ, ആത്മാവിന്റെ രക്ഷ നടന്നു. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഏരിയയുടെ രക്ഷ, എന്നത്തേക്കുമുള്ള രക്ഷ, ഇന്നത്തേക്കുള്ള രക്ഷ, നാളത്തേക്കുള്ള രക്ഷ, ജീവിതത്തിന്റെ എല്ലാ ഏരിയയിലും നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യമാക്കി തരും. നമ്മുടെ എന്താ പറയാ, നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം തരും, നമുക്ക് ആവശ്യമുള്ള പാർപ്പിടം തരും, നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുന്നു. ഇതെല്ലാം ഇങ്ങനെ എല്ലാ ദിവസത്തേക്കുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നു, രക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? അവന്റെ മരണം കൊണ്ട്, അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട്. അവനെ നമ്മള് അല്ലെ വിശ്വസിക്കുമ്പോ, യേശുക്രിസ്തു എന്താ പറയണേ, നമുക്കായിട്ട് മരിച്ചെന്ന് ഉയർത്തെഴുന്നേറ്റ് നമ്മൾ മനസ്സിലങ്ങ് വിശ്വസിക്കുമ്പോൾ, നമ്മൾ വാ കൊണ്ടേറ്റ് പറയും, അവനാണ് എൻ്റെ ജീവിതത്തിന്റെ കർത്താവ്, അവനാണ് എൻ്റെ ജീവിതത്തിന്റെ ലോർഡ്, അല്ലെ? എന്ന് നമ്മൾ ഏറ്റു പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ രക്ഷയാണ്. അപ്പൊ അതിനെപ്പറ്റിയാ പറയുന്നത്, ആ വചനത്തെ പറ്റിയാ പറയുന്നത്. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, വചനം നമുക്ക് സമീപമായിരിക്കുന്ന വചനം നമ്മുടെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. ആ വചനം, ആ രക്ഷയുടെ വചനം, ആ സാൽവേഷന്റെ വചനം, ആ വചനം, നിത്യമായിട്ടുള്ള വചനം, ദൈവത്തിന്റെ വചനം, അല്ലെ? ഗോസ്പൽ നമ്മുടെ വായിലാണ്, നമ്മുടെ ഹൃദയത്തിലാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ വായിലും, അല്ലെ, സമീപസ്ഥമായിരിക്കുന്ന ആ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സിറ്റുവേഷനിലേക്ക് നോക്കി നമ്മൾ പറയുമ്പോൾ, ഇങ്ങനെ എന്താ പറയുക, രക്ഷ വന്നേ പറ്റത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ എന്താ പാപത്തിലേക്ക് നോക്കി പറയുമ്പോ, ഇല്ല ഞാൻ പാപം ഇപ്പൊ ചെയ്തു, അത് വാസ്തവമാണ്, പക്ഷെ എന്റെ ദൈവം ഇന്നും ജീവിക്കുന്നവൻ, അല്ലെ? മരണത്തെ ജയിച്ചവനാണ് എന്റെ യേശുക്രിസ്തു, അവനാണ് എന്റെ ജീവിതത്തിന്റെ കർത്താവ് എന്ന് നമ്മളെ പാപത്തിലേക്ക് നോക്കി പറയുമ്പോൾ, പാപത്തിൽ നിന്ന് നമുക്ക് വിടുതൽ ഉണ്ടാകുക തന്നെ ചെയ്യും, അല്ലെ? നമ്മള് പിന്നെ ആ പാപത്തിലേക്ക് നമ്മൾ പോകത്തില്ല. നമ്മുടെ രോഗത്തിലേക്ക് നോക്കി നമ്മൾ സംസാരിക്കുമ്പോൾ, ഈ രോഗം എന്റെ പാട്ടല്ല, കാരണം ക്രോസ് ഓഫ് കാൽവരി എന്റെ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചതാണ്, അല്ലെ? ഇത് കഴിഞ്ഞ കാര്യമാണ്. അവൻ അതിനുവേണ്ടി പെനാൽറ്റി കൊടുത്തതാണ്. അതിനുവേണ്ടി യേശുക്രിസ്തു സഹിച്ചത്. ഇനി ഞാനെന്തിന് സഹിക്കണം, അല്ലെ? അവനാണ് എന്റെ കർത്താവ്, എന്റെ ജീവിതത്തിന്റെ ശരീരത്തിന്റെ കർത്താവ് അവനാണ്, അല്ലെ? നമുക്ക് റോമക്ക് തന്നെ എഴുതിയ ലേഖനത്തിലെ 8-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെ, യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിന്റെ ആത്മാവായിട്ടുള്ള ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതായിട്ടുള്ള പിതാവ് നമ്മുടെ ഈ ശരീരത്തിന്, ഈ മർത്തൃ ശരീരത്തിനും നമുക്ക് എന്താ പറയുക, ജീവൻ തരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ
അസുഖങ്ങൾ അതിന്റെയൊക്കെ പൊക്കത്തിലാണ് യേശുക്രിസ്തു അല്ലെ. അതിന്റെ എല്ലാം കർത്താവാണ് യേശുക്രിസ്തു അല്ലെ. എവരി എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവ് കൺഫസ് ചെയ്യും യേശുക്രിസ്തു ലോർഡ് കർത്താവെന്നല്ലേ. അപ്പൊ ഓരോ പ്രശ്നത്തിലേക്ക് നോക്കി കമാൻഡ് ചെയ്യാൻ നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് നമുക്കറിയാം വിശ്വാസം വരുന്നത് വചനം വഴിയാണ്. കേൾവി വരുന്നത് വചനത്തല്ല. അപ്പൊ ആ വചനം അല്ലെ നമ്മുടെ നിയർ ആയിരിക്കുന്ന വചനമായിരിക്കണം, ദൈവത്തിന്റെ വചനം അല്ലെ. ഇങ്ങനെയല്ലേ പറഞ്ഞ 8ാമത്തെ വാക്ക്, എന്നാൽ അത് പറയുന്നു വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു അല്ലെ. അപ്പൊ നമ്മുടെ വായിലും ഹൃദയത്തിലും ഇരിക്കുന്ന ദൈവത്തിന്റെ വചനമായിരിക്കണം. ആ വായിലും ഹൃദയത്തിലും അല്ലെ റിച്ച് ആയിട്ട് ഫില്ല്. കൊളോസ്യർക്ക് ലേഖനത്തെ 3ാമത്തെ ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നത് പോലെ ആ റിച്ച് ആയിട്ട് ഫില്ലായിരിക്കുന്ന ആ വചനം നമ്മുടെ വായിൽ നിന്ന് വിശ്വാസത്തോടു കൂടി നമ്മുടെ പ്രശ്നത്തിലേക്ക് നമ്മൾ അല്ലെ സംസാരിക്കുമ്പോ അല്ലെ, കർത്താവിന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോ അവർ എല്ലാവരും രക്ഷിക്കപ്പെടും എന്നാ പറഞ്ഞിരിക്കുക. അതിന് എന്താ പറയുക, ഹീബ്രു എന്നില്ല, യഹൂദ എന്നില്ല, യവനെന്നില്ല, ആര് വിളിച്ച് അപേക്ഷിക്കുക, ആര് സംസാരിച്ചാലും അത് നടക്കുക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ ഇങ്ങനെ ഇവിടെ ഇതാ പറഞ്ഞിരിക്കുന്നത്, വചനം നമുക്ക് സമീപമായിരിക്കുന്നു. ഈ വചനം ദൈവത്തിന്റെ വചനം സമീപമായിരിക്കുന്ന വചനമാണ് അല്ലെ. നമ്മൾ ഉപയോഗിച്ചാൽ മാത്രം മതി. ദൈവത്തിന്റെ വചനം നമ്മുടെ കയ്യിലുള്ള വചനമാണ് അല്ലെ. അത് നമ്മുടേതാക്കി പേഴ്സണലൈസ് ചെയ്താൽ മതി. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അതിനെ നിറച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം കൊണ്ട് നിറച്ചാൽ മതി. ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയ്ക്കുന്ന വ്യക്തികളായിരിക്കും. അങ്ങനെ ആ വചനം, ആ വിശ്വാസത്തിന്റെ വചനം സംസാരിക്കുന്ന വ്യക്തികളായിരിക്കണം. ദൈവം സംസാരിക്കുന്ന ഓരോ വാക്കിലും വിശ്വാസമുണ്ട് അല്ലെ. ദൈവം നമ്മൾ സംസാരിക്കുന്നവർ സംസാരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ സംസാരിക്കും ചിലപ്പോഴെങ്കിലൊക്കെ സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന പോലെ ദൈവം യേശുക്രിസ്തു പ്രാർത്ഥിച്ചു നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതിയിലാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മളിങ്ങനെ വിചാരിക്കും, ദൈവമേ ഞാൻ പ്രാർത്ഥിക്കും, ചിലപ്പോൾ ദൈവം ആൻസർ ചെയ്യുമായിരിക്കും, ചിലപ്പോൾ ആൻസർ ചെയ്യത്തില്ലായിരിക്കും. അപ്പൊ അതിനെ നമ്മളുടെ വിശ്വാസം ഇല്ലായിരിക്കും നമ്മളൊന്ന് മറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്നാ ചെയ്യുന്ന അറിയുമോ, നമ്മൾ ഇങ്ങനെ ഒരു വർത്താനം ദൈവമേ അങ്ങയുടെ വില്ലാണെങ്കിൽ, അങ്ങയുടെ ഹിതമാണെങ്കിൽ നടക്കട്ടെ അല്ലെ. അങ്ങനെ നമ്മുടെ വിശ്വാസം ഇല്ലായ്മ മറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഹിതമാണെങ്കിൽ അങ്ങ് നടക്കട്ടെ എന്ന് പറയുന്നത്. അപ്പൊ ദൈവം പറയുന്ന ഓരോ കാര്യങ്ങളും യെസ് ആൻഡ് ആമേന. ദൈവത്തിന്റെ സകല പ്രോമിസ് യെസ് ആൻഡ് ആമേന. ദൈവം എന്ത് പറഞ്ഞാലും വിശ്വാസത്തോടുകൂടി പറയത്തുള്ളൂ, അത് നടക്കുക തന്നെ ചെയ്യും അല്ലെ. ദൈവം അല്ലെ എന്ത് പറഞ്ഞാൽ ദൈവം പറഞ്ഞാൽ നടക്കുക തന്നെ ചെയ്യും. അതേ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. ആ വിശ്വാസത്തോടുകൂടി നമ്മൾക്ക് സമീപസ്ഥമായിരിക്കും ദൈവത്തിന്റെ വചനം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അല്ലെ അവിടെ കാര്യങ്ങൾ നടക്കും. അപ്പൊ ദൈവത്തിന്റെ വചനം ഒന്നാമത് സമീപസ്ഥമായിരിക്കും, നമുക്ക് നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കുക, നമ്മുടെ നമ്മുടെ വായിലുണ്ടായിരിക്കുക. അതിനായിട്ട് ദൈവത്തിന്റെ വചനം കൊണ്ട് നമ്മൾ ഫില്ല് ചെയ്യുക, എന്നിട്ട് അത് സംസാരിക്കുക. നെഗറ്റീവായിട്ട് സംസാരിക്കാൻ പോകരുത് അല്ലെ. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നെഗറ്റീവായിട്ട് സംസാരിക്കാൻ പോകും. നമ്മുടെ വായിന്റെ പവറിലാണ് ജീവനും മരണവും ഉള്ളത് അല്ലെ. അപ്പൊ നമ്മൾ നെഗറ്റീവായിട്ട് സംസാരിക്കാൻ പോകരുത്. നമ്മൾക്ക് എന്താ പറയുക, ഒരിക്കൽ നമ്മൾ ദൈവത്തോട് അക്കൗണ്ടബിൾ ആണ് അല്ലെ. നമ്മൾ അക്കൗണ്ട് കൊടുക്കേണ്ട ദിവസമുണ്ട്. നമ്മൾ പറയുന്ന നെഗറ്റീവ് വാക്കിനും കൂടി നമ്മൾ അക്കൗണ്ട് കൊടുക്കേണ്ട ദിവസമുണ്ട്. അപ്പൊ നമ്മൾ നെഗറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി സംസാരിക്കാതിരിക്കുക. നമ്മൾ ഇങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി, എന്റെ ദൈവമാണ്, എന്റെ യഹോവ, എന്റെ ജീസസ് ക്രൈസ്റ്റ് ആണ് ജീവന്റെ നാഥൻ അല്ലെ. എന്റെ ജീവിതത്തിന്റെ സകല ഏരിയയിലെയും അല്ലെ, എന്റെ ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ, എന്റെ ഫൈനാൻസിന്റെ, എന്റെ ഹെൽത്തിന്റെ, എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ, മാരേജിന്റെ സകലന്റെയും ദൈവം എന്ന് പറഞ്ഞാൽ നാഥൻ എന്ന് പറഞ്ഞ ലോർഡ് അല്ല, മാസ്റ്റർ എന്ന് പറഞ്ഞ യേശുക്രിസ്തുവാണ്. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, എനിക്ക് വേണ്ടിയുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു വിശ്വാസത്തോടു കൂടി ദൈവത്തിന്റെ വചനം നമ്മൾ സംസാരിക്കുമ്പോൾ മാറ്റങ്ങൾ വരും. വ്യക്തി ജീവിതങ്ങളിൽ മാറ്റം വരും, കുടുംബ ജീവിതങ്ങളിൽ മാറ്റം വരും, എന്താ പറയാ അവസ്ഥകൾക്ക് മാറ്റം വരും, രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകും അല്ലെ. അപ്പൊ അതിനെപ്പറ്റിയാ പറഞ്ഞല്ല, ആര് വിളിച്ചപേക്ഷിച്ചാലും രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. ഇപ്പൊ രക്ഷ എന്ന് പറഞ്ഞാല് ആത്മാവിന്റെ രക്ഷ തന്നെയല്ല, നമ്മുടെ പ്രാണന്റെ രക്ഷയാണ്, നമ്മുടെ ശരീരത്തിന്റെ രക്ഷയാണ്, നമ്മുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങളുടെ രക്ഷയാണ്, നമ്മുടെ കുടുംബത്തിന്റെ രക്ഷയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിന്റെ, അവരുടെ വിവാഹത്തിന്റെ രക്ഷയാണ്. എല്ലാത്തിനും രക്ഷ, എല്ലാവരും രക്ഷിക്കപ്പെടും, എല്ലാ ഏരിയയും രക്ഷപ്പെടും. അപ്പൊ ഇത് വചനം അല്ല, ദൈവത്തിന്റെ വചനം അത് സമീപസ്ഥമായിരിക്കട്ടെ അല്ലെ. ആ സമീപസ്ഥമായിരിക്കുന്ന വചനം നമ്മള് സംസാരിക്കുമ്പോൾ മാറ്റങ്ങൾ വരും. അപ്പൊ അതിനെപ്പറ്റി തന്നെ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവ് താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ വചനം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ കർത്താവ്, സമീപസ്ഥമായിരിക്കുന്ന വചനമായിരിക്കട്ടെ കർത്താവേ. അങ്ങയുടെ വചനം പഠിക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ, അതനുസരിച്ച് സംസാരിക്കാനും നെഗറ്റീവായിട്ട് സംസാരിക്കാതിരിക്കാനുള്ള ഒരു ഹൃദയവും മനസ്സും ഞങ്ങൾക്ക് തന്നെന്ന് അപേക്ഷിക്കുന്നു യേശുവിൻ നാമത്തിന്. താങ്ക് യു ജീസസ്. കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോട് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിക്കുന്നു യേശുവിൻ നാമത്തിന്. ഇത് കേട്ടത് ദൈവത്തിൽ മാത്രം ഉണ്ടാകട്ടെ.